എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലം. നീ ഇന്നൊരു ഇവിടെ വന്നിട്ടില്ലല്ലോ? ഇല്ല, ഞാനാകെ ഒരു തവണ വന്നിട്ടുള്ളൂ, ജസ്റ്റ് കയറിയിട്ടുള്ളൂ. അത് ഇന്ന് തിങ്കളാഴ്ച ഇന്ന് തിരക്കൂല്ല ഇന്ന് ഇവിടെ. അപ്പോൾ ഇന്നത്തെ യാത്ര വാൽപ്പാറയ്ക്കടുത്തുള്ള കൊരങ്ങുമുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഞാനുണ്ട്, യേസാനുണ്ട്. ജസ്റ്റ് നമുക്ക് വാൽപ്പാറയിൽ വരുന്നവർക്ക് ഒന്ന് പോയി വരാൻ പറ്റിയൊരു സ്ഥലം. ഇത് കൂടാതെ നമുക്ക് തലനാർ എസ്റ്റേറ്റ് എന്നോട്ട് വേറൊരു കൂടി ഉണ്ട്. അതിപ്പോൾ എന്തായാലും ഇന്ന് പോകുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊരങ്ങുമുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് തിരിച്ച് മലക്കപ്പാറ വഴി വീട്ടിലേക്ക് പോകും. അതാണ് ഇന്നത്തെ ട്രിപ്പ്. Told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away. ഇപ്പോൾ നമ്മൾ കൊരങ്ങുമുടി വില്ലേജിലെത്തി. പോവാം. ഒറ്റ മനുഷ്യനില്ലെന്നുണ്ട് ഇവിടെ. പൊതുവേ ടൂറിസ്റ്റുകൾ കുറവാണ് ഇങ്ങോട്ട് വരവ്. ഇതാണ് ശരിക്കും കൊരങ്ങുമുടി ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് നേരെ പോയിട്ട് വരാം, അത് നോക്കാം. എന്നിട്ട് വ്യൂ പോയിന്റിലേക്കുള്ള വഴിയാണ് തോന്നുന്നത്. നല്ല കാറ്റുണ്ടല്ലേ ഇത്. ഫുള്ള് നിറഞ്ഞ് നടക്കും ചില സമയത്ത്. ഒരു തരി വെള്ളവും ഇട്ടാവാം. സുഖമാർക്കാ? വെള്ളമില്ലേ? തണ്ണിയില്ലല്ലേ? ആ, ഞാൻ ഇറങ്ങാ ഇവിടെ. അതെ, ഇങ്ങ വരോ? ആ ഹാ ഹാ. സന്ധ്യയൊക്കെ വരുള്ളൂ അല്ലേ? നൈറ്റിലാ വരും. ഈ വഴി വരുമോ? അതെ. ആ ആ ആ. അപ്പോൾ ഓക്കെ, ഞങ്ങൾക്ക് പോയി വരാം. എന്താ പേരെന്താ അമ്മ? പേര്? കാളിയമ്മ. അമ്മയുടെ പേര്? ഭുവനേശ്വരി. ഓക്കെ ഓക്കെ. അപ്പോൾ ഓക്കെ. ഇതുണ്ട ഡാം. ഇത് നടക്കണ നോക്കി എടുക്കാൻ കേട്ടോ. ഇത് വീണ നേരെ താഴത്തേക്ക്. ഒരു വെറൈറ്റി സ്ഥലമല്ലേ ഇത്. അധികം ടൂറിസ്റ്റുകളോ ഒന്നുമില്ലാത്ത നല്ല അടിപൊളി സ്ഥലം. അതായത് തമിഴ്നാട് വില്ലേജ്. നമ്മളിവിടെ വന്നിട്ട് അധികം ആൾക്കാരായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അധികം ഒച്ചപ്പാടും ബഹളമില്ലാണ്ട് പോകാറ്. ഒരു പ്രൈവറ്റ് ഏരിയയാണേ. யானா கீழே இருக்கு? கீழே இருக்கு. ஆஹா. நீங்க பேரு? நிவேதன். ഓക്കെ. എല്ലാവരും നല്ല കമ്പനിയാട്ടോ. പിന്നെ ശരിക്കൊരു 4 മണി 5 മണിക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വൈബായിരിക്കും ഇവിടെ അല്ലേ? ഇത് നല്ല നട്ടുച്ചയായി പോയി. പിന്നെ നമുക്ക് തിരിച്ചു പോകേണ്ടത് 3:30 മണിക്ക് ചെക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നേരത്തെ ഇറങ്ങിയത്. സ്ഥലത്തിൻ്റെ വൈബൊക്കെ എങ്ങനെയുണ്ട്? കണ്ട, വാൽപ്പാറയിൽ വരുന്ന അധികം ആരും ഇങ്ങോട്ട് വരാറില്ലെന്ന് തന്നെ പറയാം. കാരണം അമൂരിതപ്പെട്ട ആർക്കും അറിയാൻ പാടില്ല. ഞങ്ങൾ തന്നെ ഇപ്പോൾ ഈ അടുത്താണ് ഈ സ്ഥലം കണ്ടത്. അതായത് കൊരങ്ങുമുടി വില്ലേജ്. സ്വസ്ഥമായിട്ട് കുറച്ചു നേരം വന്നിരുന്ന് പോകാൻ പറ്റിയ നല്ല ഒരു കിടിലൻ സ്ഥലം. ഈ ഒരു ടോപ്പ് ലെവലിൽ വരെയും വെള്ളം വരും. ശരിക്കും ഒരു അധികം വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല ശരിക്കും ഇത്. മോനെ നടന്നു, നേരെ നടന്നു.
ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, തൊട്ട് താഴെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞാണ് വന്ന ഫാമിലി ആയിട്ട് വന്നപ്പോൾ കുളിച്ചതാണ്. കാണാം ഇപ്പൊ വെള്ളം ഒട്ടുമില്ലാത്ത പറഞ്ഞേ അത് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ശരിക്കും ഈ ഡാമിൻ്റെയൊക്കെ ആ ഒരു ആഴം പറയണമെന്നുണ്ടെങ്കിലേ നമ്മൾ നല്ല വെള്ളം ഇല്ലാത്ത സമയത്ത് തന്നെ അപ്പോഴേ ആ ഒരു ഇതറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ വെള്ളം ആ ടോപ്പ് ലെവലിൽ നിൽക്കണതേ കാണുള്ളൂ. ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫുൾ ഇത് കിട്ടും, ഡെപ്ത് കിട്ടും. ഈ ഡാമിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ വഴി കിടക്കേണ്ട കുറച്ച് അവിടെ അറിയാൻ വെള്ളം. വെള്ളമുള്ളപ്പോൾ വേറൊരു ഭംഗി ഇതുണ്ട്. ഈ കാണുന്നപ്പോൾ ഇതുവരെ വെള്ളം കയറി വന്നിട്ടുണ്ട്. അതാണ് ആ പാട് കാണുന്നത്. പാട് കണ്ടില്ല ഇങ്ങനെ കയറി കയറി. അതായത് ഇപ്പൊ നമ്മ നിൽക്കുന്ന നിലവില് വെള്ളം മൂടി പോണ സ്ഥലം ഉണ്ടോ, വെള്ളം കയറിയിരിക്കുന്ന സ്ഥലമാണ് ഇപ്പൊ ഇത്. വെള്ളമില്ലാത്ത പറഞ്ഞത് വാഴൊന്നും നല്ല ചോദിക്കില്ല. പിന്നെ ഈ കിടക്കുന്നത് തന്നെ നല്ല ആഴം ഉണ്ടാവും. ഈ റോട്ടിൽ കൂടെയൊക്കെ രാത്രി വണ്ടിയായിട്ട് വന്നുള്ള അവസ്ഥ നല്ല ചോദിക്കുന്നുണ്ടാ. സൈഡ് കൊണ്ട് മൊത്തം പോയിരിക്കണേ. ഓ ഈ സൈഡിൽ കൂടെ കിടക്കണ്ടേട്ടാ. ഈ ഒരു ഭാഗം പോയിരിക്കണേട്ടാ. ഈ ഒരു ഭാഗം റോഡ് അടിയിന്ന് പോയിരിക്കണ, അടിയിന്ന് പോയിരിക്കണത് ഉണ്ടാ. വണ്ടി കയറ്റി ആ സൈഡിൽ കൂടി കയറ്റിക്കൊണ്ട് പോകണം പോകുമ്പോ. ഇന്നിപ്പോ വാൽപ്പാറയിലുണ്ടായിരുന്നു. അപ്പൊ വാൽപ്പാറയിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വന്നാണ്. അപ്പൊ വാൽപ്പാറയിൽ സ്റ്റേ ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഒന്ന് വന്ന് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അല്ലാണ്ട് വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും കരുതിയിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വന്ന് പോകാൻ പറ്റിയൊരു സ്ഥലം. എന്തായാലും സ്ഥലം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട്. വാൽപ്പാറയിൽ വരുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് ഇത്. വരാട്ടുപാറയിലുള്ള ഹോട്ടൽ പ്രവാസി. നല്ല ഫുഡാണ്, അത്യാവശ്യം നല്ല ഫുഡാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മുടെ അലീഖാൻ്റെ ആണ് ഈ ഹോട്ടൽ. അലീഖ, അസ്സലാമു അലൈക്കും. അലീഖ, എന്താണ് നിങ്ങൾ പ്രവാസി ഹോട്ടൽ തെട്ടിക്കണത്? പ്രവാസി എന്ന് പറഞ്ഞാൽ ഗൾഫിന്റെ അതെ തന്നെ, നിങ്ങൾ പ്രവാസി ആയതുകൊണ്ടും അത് മാത്രമല്ല, എന്റെ പ്രവാസി എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ലോകത്തിൽ ഒരു പ്രാവശ്യമാണ് വരുന്നുള്ളൂ. അതെ അതെ, പ്രവാസാണ് ഇവിടെ. അതാണ് മെയിൻ. ആ ഉദ്ദേശത്തോട് കൂടിയിട്ട് അതായത് നമ്മൾ ഈ ഒരു ജീവിതം ഒരു പ്രവാസമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്താ കഴിക്കാനുള്ളത്? എന്താണ് ഇപ്പോ? ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി ഇപ്പോൾ ഉള്ളത്. എല്ലാ ദിവസവും ചോറ്. ഊണ് കഴിഞ്ഞല്ലേ? ഊണ് കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും ധൈര്യത്തോടെ വന്നോട്ടോ. അടിപൊളി ഫുഡാണ്. ഞങ്ങൾ ഇവിടെ വന്നാൽ എപ്പോഴും ഇവിടെ നിന്ന് കഴിക്കുന്നത്. അതായത് നമ്മള് വാൽപ്പാറയിൽ നിന്ന് മലക്കപ്പാറ പോകുന്ന റൂട്ടിൽ വരട്ടുപാറയല്ലേ ഇത്? വരട്ടുപാറയിൽ കാണാം പ്രവാസി ഹോട്ടൽ. ഇത് കാണാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല മലക്കപ്പാറയിലേക്കുള്ള റൂട്ടിൽ. അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഹോം സ്റ്റേയും റിസോർട്ടൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അത് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇരിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.